Hello students, welcome to Easy Learning with Suvida. ചോദ്യം 1. ഇപ്പോൾ ഞാൻ അനേകരാണ്. ഈ മലങ്കര 7 വൻകരയാണ്. വരികളുടെ അർത്ഥതലങ്ങൾ വിശദീകരിക്കുക. ഉത്തരം: കവി വയനാട്ടിലുള്ള സുഹൃത്തിൻ്റെ വാടക വീട്ടിലിരുന്ന് അല്പം അകലേക്ക് നോക്കിയപ്പോൾ അവിടെ വയലുകളും ഞാറ്റടിയും കുറുമർ നിലം ഉഴുതുമറിക്കുന്നതും കാക്കകളും കൊക്കുകളും മറ്റും വയലിൽ വന്നിരിക്കുന്നതും മറ്റും കണ്ടു. ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ സെൽഫോൺ എടുത്ത് അതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. താമസിയാതെ ലൈക്കുകളുടെയും കമൻറ്റുകളുടെയും ഘോഷയാത്രയായി. വയനാട്ടിൽ ഇപ്പോഴും പ്രകൃതി ഭംഗി നശിച്ചു പോയിട്ടില്ലെന്നും കർഷകർക്ക് അവിടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടില്ലെന്നും ചിലർ കമൻറ്റ് ചെയ്തു. ഭൂമിയുടെ പച്ചപ്പ് കുറച്ചെങ്കിലും നിലനിർത്തണമെന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം. പച്ചപ്പുള്ള വസ്തുക്കൾ വില കൊടുത്ത് വാങ്ങിച്ചാലും തരക്കേടില്ല, അവയെ നിലനിർത്താൻ കഴിയുമല്ലോ എന്ന് മറ്റു ചിലർ. നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയെക്കുറിച്ച് മത്സരിച്ച് അഭിപ്രായം പറയുന്നവർ ലോകത്തിൻ്റെ നാനാകോണിലുമുള്ളവരാണ്. കവി വിശ്രമിക്കുന്ന വീട്ടുവരാന്ത ലോകത്തിലെ മുഴുവൻ കരയിലുമുള്ളവരുടെ ശ്രദ്ധയും പരിഗണനയും നേടിയിരിക്കുന്നു. ഇവിടെ കവി തൻ്റെ ഫോട്ടോകൾക്ക് താഴെ കമൻ്റ് ഇട്ട വ്യത്യസ്ത രാജ്യത്ത് താമസിക്കുന്നവരും വ്യത്യസ്ത ചിന്താഗതിക്കാരുമായ ആളുകൾ യഥാർത്ഥ പരിസ്ഥിതിവാദികളോ ജൈവ വൈവിധ്യ സംരക്ഷകരോ ആണെന്ന് വിശ്വസിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവരുടെ പൊതു സ്വഭാവം എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയുക എന്നതാണ്. അഭിപ്രായം മനസ്സിൽ തട്ടിയുള്ളതോ ആത്മാർത്ഥതയുള്ളതോ ആയിരിക്കണമെന്നില്ല എന്നാണ് കവിയുടെ വിവക്ഷ. ചോദ്യം 2. ക്യാമറ തുടരെ ക്ലിക്കി പൊൻതൂലിക വിറ്റു കിടിലൻ ഫോണൊന്നു വാങ്ങിച്ചു ഞാൻ. ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു വന്നു കമൻറ്റുകൾ തിരുതകൃതിയായി ചാറ്റിൽ. സുസ്ഥിര വികസന കാഴ്ചപ്പാടുകളോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമൂഹത്തിൻ്റെ മനോഭാവത്തെ പരിഹസിക്കുകയല്ലേ കവി ചെയ്യുന്നത്? വിമർശനാത്മകമായി വിലയിരുത്തുക. ഉത്തരം: വിഭവങ്ങളുടെ അമിത ചൂഷണം നിയന്ത്രിച്ചും പരിസ്ഥിതി ആഘാതങ്ങൾ കുറച്ചും കൈവരിക്കുന്ന വികസനത്തെയാണ് പൊതുവെ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. വിഭവങ്ങളുടെ അമിത ചൂഷണം നിയന്ത്രിക്കുന്നതിലൂടെ അവ വരും തലമുറയ്ക്ക് കൂടി പ്രയോജനപ്പെടുത്താൻ കഴിയും. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുണ്ട്. മെച്ചപ്പെട്ടതും സുസ്ഥിരവുമായ ഭാവി എല്ലാവർക്കും കൈവരിക്കുന്നതിനുള്ള മാതൃകകളാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. ഇത്തരം ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് സമൂഹത്തിൽ ഇടപെടുന്ന വ്യക്തികളുടെ മനോവ്യാപാരങ്ങളിലും പ്രവൃത്തികളിലും മറ്റും കാര്യമായ മാറ്റം വരണം. കവിക്ക് പോലും അതിന് കഴിയുന്നില്ല. നവസമൂഹ മാധ്യമങ്ങളുടെ പിടിയിലമർന്നു പോയ മനുഷ്യർക്ക് തങ്ങളുടെ മനസാക്ഷിയോട് കൂറു പുലർത്താൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. തൂലിക വിറ്റ് കിടിലൻ ഫോൺ വാങ്ങിയ കവി പുതിയ കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ച് അതിനനുസരിച്ച് സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ടവനാണ്. പക്ഷേ കവി മനസ്സിൽ നന്മയുണ്ട്. പരിസ്ഥിതി ബോധം തൊലിപ്പുറമേയുള്ള ഒരു വികാരമാണ് ഇന്ന് മിക്കവർക്കും. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്നവരാണ് അധികവും. യഥാർത്ഥത്തിൽ സുസ്ഥിര വികസന മാതൃക നടപ്പാക്കിയാൽ താൽക്കാലികമായി പലർക്കും പലതും നഷ്ടമാകും. ഈ യാഥാർത്ഥ്യം മൂടിവെക്കപ്പെടുകയും മിഥ്യയായ പരിസ്ഥിതി സ്നേഹം വെളിപ്പെടുകയും ചെയ്യുന്നതിനെ ഈ വരികളിലൂടെ യഥാർത്ഥത്തിൽ കവി പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ചോദ്യം 3. മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്കു മലർന്നു കിടക്കയല്ലേ മലനാട്ടുമണ്ണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെയും സംസ്കാരത്തെയും സമന്വയിപ്പിച്ചത് എത്രമാത്രം ആകർഷകമായിട്ടുണ്ട്. വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയിലെ പ്രയോഗഭംഗിയും ധ്വന്യാത്മകതയും ഏറെയുള്ള വരികളാണിത്. കഥകളി എന്ന കേരളീയ കലയുടെ സവിശേഷതകളുടെ സൂചനകളിലൂടെ കേരളത്തിൻ്റെ ഹരിതഭംഗിയും കലാപാരമ്പര്യവും വ്യക്തമാക്കാനാണ് കവി ഇവിടെ ശ്രമിക്കുന്നത്. മനയോല എന്നാൽ കഥകളി നടൻ മുഖത്ത് തേയ്ക്കുന്ന പച്ച നിറത്തിലുള്ള വസ്തുവാണ്. ചുട്ടികുത്തുക എന്നാൽ കഥകളി കലാകാരൻ്റെ മുഖത്ത് ഓരോ വേഷത്തിനനുസരിച്ചുള്ള രൂപമാറ്റം വരുത്തുക എന്നർത്ഥം. കഥകളിക്ക് വേണ്ടിയുള്ള മേക്കപ്പ് എന്ന് തന്നെ പറയാം. ഏതു തരത്തിലുള്ള പരുവപ്പെടുത്തലിനും യോജിച്ച അന്തരീക്ഷവും ഭൂപ്രകൃതിയും കാലാവസ്ഥയുമാണ് കേരളത്തിലുള്ളത്. മാറ്റങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്ന നാടാണ് കേരളം. പക്ഷേ ആ മാറ്റങ്ങൾ ജനങ്ങളുടെ ദീർഘനാളത്തെ നിലനിൽപ്പിനെ മാനിക്കുന്ന വികസനം ആയിരിക്കണമെന്ന് കവി കരുതുന്നു. ചോദ്യം 4. നമുക്കെന്തെങ്കിലും ചെയ്യണം. നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം.
ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര സെന്റ് വരും? ഇത്തരം നിലപാടുകൾ പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായകമാകുമോ? കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക. ഉത്തരം: കവി വയനാട്ടിലെ ബത്തേരിക്കടുത്തുള്ള മലങ്കരയിൽ സുഹൃത്തിന്റെ വാടക വീട്ടിലിരുന്നു കൊണ്ട് അവിടെ കാണാനിടയായ പച്ചപ്പിന്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ലഭിച്ച കമന്റുകളിൽ ഒന്നാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്ന വാക്യങ്ങൾ. ഒരു കപട പരിസ്ഥിതിവാദിയുടേതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നാവുന്ന അഭിപ്രായമാണിത്. അന്യനാട്ടിൽ ജീവിക്കുന്ന ഒരാളുടെ കമന്റാണിത്. അയാൾക്ക് വിദേശത്ത് ഉയർന്ന ജോലിയും മറ്റെല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. ആവശ്യത്തിലധികം പണം സമ്പാദിച്ചിട്ടുള്ള അയാൾ തോന്നുന്നതൊക്കെ വാങ്ങിക്കൂട്ടുന്ന സ്വഭാവക്കാരനുമായിരിക്കാം. യാന്ത്രിക യുഗത്തിന്റെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് ജീവിതം പാകപ്പെടുത്തി സുഖലോലുപതയുടെ മടിത്തട്ടിലിരിക്കുന്ന ചിലർ ഒരു ഭാഷനു വേണ്ടി അല്പം പരിസ്ഥിതി സ്നേഹവും കൊണ്ടു നടക്കാറുണ്ട്. പരിസ്ഥിതിയുടെ മഹത്വത്തെക്കുറിച്ചും അത് സംരക്ഷിച്ചില്ലെങ്കിലുണ്ടാവുന്ന അപകടത്തെക്കുറിച്ചും ഇക്കൂട്ടർ ഘോരഘോരം പ്രസംഗിച്ചെന്നിരിക്കും. വിദേശത്ത് ഉയർന്ന ജോലിയിലിരിക്കുന്ന പലരും നാട്ടിൽ ഏക്കർ കണക്കിന് കാടുപിടിച്ചു കിടക്കുന്ന പുരയിടം വാങ്ങിക്കൂട്ടാറുണ്ട്. തനിക്കവിടെ പരിസ്ഥിതി സൗഹൃദപരമായ ഒരു ലോകം പണിയണമെന്നൊക്കെ മറ്റുള്ളവരോട് ഇക്കൂട്ടർ വീമ്പിളക്കും. ചിലപ്പോൾ കുറെ പ്ലാവോ മാവോ മുരിങ്ങയോ റംബൂട്ടാനോ ഒക്കെ വച്ചു പിടിപ്പിച്ചെന്നുമിരിക്കും. കുറച്ചുനാൾ കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. ഇപ്രകാരം തൊലിപ്പുറമേയുള്ള ഒരു പരിസ്ഥിതിവാദിയാണ് ഈ വരികളിലും പ്രത്യക്ഷപ്പെടുന്നത്. ഇത്തരക്കാരുടെ നിലപാടുകളും പ്രവർത്തനങ്ങളുമൊന്നും പരിസ്ഥിതി സംരക്ഷണത്തിന് യഥാർത്ഥത്തിൽ സഹായകമാവില്ല. പരിസ്ഥിതി സംരക്ഷണം ഒരു വികാരമായി ഹൃദയത്തിൽ കൊണ്ടു നടന്നാൽ മാത്രമേ എന്തെങ്കിലും മാറ്റം ലോകത്തിന് പ്രദാനം ചെയ്യാൻ കഴിയൂ. ചോദ്യം 5. പരിസ്ഥിതി സ്നേഹം പ്രകടനപരതയായി മാറുന്നതിനോടുള്ള പ്രതിഷേധം ഏതെല്ലാം തലങ്ങളിലാണ് കവിതയിൽ ആവിഷ്കരിക്കുന്നത്? വിശകലനം ചെയ്ത് ആസ്വാദനം തയ്യാറാക്കുക. ഉത്തരം: പി രാമചന്ദ്രന്റെ ഏറെ പ്രശസ്തമായ കവിതയാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. നമ്മുടെ ലോകത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കത്തക്ക വിധം പരിസ്ഥിതി നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഏറെ ഉത്കണ്ഠിതനാണ് ഈ കവി. അദ്ദേഹത്തിന്റെ മിക്ക കവിതകളിലും ഈ വികാരം തന്നെയാണ് പ്രകടമായിട്ടുള്ളത്. കാറ്റേ കടലേ എന്ന കവിത ഏറെ വായിക്കപ്പെട്ടതാണല്ലോ. അത്തരം ജനുസിൽപ്പെടുന്ന കവിതയാണ് ഇതും. പക്ഷേ ഈ കവിതയിൽ ആധുനിക ലോകത്ത് സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹ മാധ്യമങ്ങളും വിചാരണയ്ക്ക് വിധേയമാവുന്നുണ്ട് എന്നൊരു വ്യത്യാസമുണ്ട്. എന്ത് കണ്ടാലും അതൊക്കെ ഫോട്ടോയോ വീഡിയോയിലോ റീലോ ഒക്കെയായി മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അത് കാണാനിടയായവർ നിരുത്തരവാദപരമായി എന്തെങ്കിലും കമന്റ് ചെയ്യുക. ആ കമന്റുകളും കിട്ടിയ ലൈക്കുകളും നോക്കി ആനന്ദതുന്തിലനായി ഇരിക്കുക. ഇതൊക്കെ ഇന്ന് നാം കാണുന്ന പ്രവണതകളാണ്. ഇത്തരം പ്രവർത്തനം ഉത്തരവാദിത്തം നിറഞ്ഞ ഒരു സാമൂഹ്യ പ്രവർത്തനമാണെന്ന് പറയാനാകില്ല. ബത്തേരിക്കടുത്ത മലങ്കരയിൽ എന്ന കവിതയുടെ വായനയിൽ ആദ്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഇതുതന്നെയാണ്. കവിതയുടെ പ്രമേയത്തിന്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് പോകുമ്പോഴാണ് സുസ്ഥിര വികസനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള കവിയുടെ കാഴ്ചപ്പാട് കവിതയിൽ ലീനമായിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നത്. സുസ്ഥിര വികസനം എന്ന ആശയം വളരെ ആകർഷകമാണെങ്കിലും നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. ഭരണാധികാരികൾക്കും പൊതുജനങ്ങൾക്കും ഇക്കാര്യത്തിൽ വിഭിന്ന കാഴ്ചപ്പാടുണ്ടായാൽ വികസനം സാധ്യമല്ല. ഇന്ന് പരിസ്ഥിതിക്ക് കോട്ടം വരാതെ വികസനം നടപ്പാക്കണമെന്ന് വാദിക്കുന്ന ഭരണവർഗം തന്നെ അതെങ്ങനെ പ്രായോഗികമാക്കാൻ സാധിക്കുമെന്ന കൺഫ്യൂഷനിലാണ്. മറ്റൊരു പ്രശ്നം കപട പരിസ്ഥിതിവാദികളുടെ സാന്നിധ്യമാണ്. വെറും പ്രകടനപരതയായി പരിസ്ഥിതി സ്നേഹം മാറിപ്പോകുന്ന കാഴ്ചയാണ് നാം നിത്യേന കാണുന്നത്. പ്രസംഗത്തിലും എഴുത്തിലും മറ്റും കോരിച്ചൊരിയുന്ന പരിസ്ഥിതി സ്നേഹം മിക്കവരുടെയും പ്രവൃത്തിയിൽ കാണുന്നില്ല. ഈ വൈരുദ്ധ്യമാണ് വികസനത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നത്. ഇക്കാര്യമൊക്കെയാണ് കവി കവിതയിലൂടെ ധ്വനിപ്പിക്കുന്നത്. കവി പോസ്റ്റ് ചെയ്ത ഫോട്ടോ കണ്ടയുടൻ പരിസ്ഥിതി സ്നേഹത്താൽ പ്രചോദിതരായി മെസ്സേജുകൾ അയച്ച മിക്കവർക്കും പരിസ്ഥിതി വിഷയത്തിൽ ആത്മാർത്ഥതയില്ലാത്തവരാണ്. താൻ ഒരു പരിസ്ഥിതിവാദിയായി പൊതുജനങ്ങൾക്കിടയിൽ അറിയപ്പെടണം എന്ന ചിന്തയുള്ളവരാണ്. ഇക്കൂട്ടരെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഭൂമിയിലെ നശിച്ചുകൊണ്ടിരിക്കുന്ന പച്ചപ്പിനെക്കുറിച്ചോർത്ത് മുതലക്കണ്ണീരൊഴുക്കുന്നവർ, അത്തരം പ്രദേശങ്ങൾ വിലയ്ക്ക് വാങ്ങി സംരക്ഷിക്കണമെന്ന് വീമ്പിളക്കുന്നവർ, ഇവർക്കൊക്കെ പരിസ്ഥിതി സ്നേഹം പുറംപൂച്ച് മാത്രമാണ്. പരിസ്ഥിതി സ്നേഹം സ്വന്തം രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള അതിൻ്റെ സംരക്ഷണത്തിനായി വിലപിടിപ്പുള്ളതെന്തും ത്യജിക്കാൻ തയ്യാറുള്ളവർ വിചാരിച്ചാൽ മാത്രമേ ഇവിടെ സുസ്ഥിര വികസനവും പരിസ്ഥിതിയുടെ കാലോചിതമായ സംരക്ഷണവുമൊക്കെ സാധ്യമാകൂ. ഇത്തരം ആശയങ്ങൾ വ്യക്തമാകുന്ന കവിതയെന്ന നിലയിൽ
ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിത വിദഗ്ധമായ വായന ആവശ്യപ്പെടുന്ന ഒരു രചനയാണ്.